Hello learners. Today we are discussing block 2 employee motivation and job satisfaction. അതിലെ യൂണിറ്റ് 1 employee motivation എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ യൂണിറ്റിന്റെ അവസാനത്തിൽ നമ്മൾ മോട്ടിവേഷനെ കുറിച്ച് തിയറീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്സസ് എന്നുള്ള സബ്ജക്റ്റിൽ മോട്ടിവേഷനെ പറ്റി പഠിച്ചിട്ടുണ്ട്. മോട്ടിവേഷന്റെ തിയറികളും ബേസിക് കമ്പോണൻസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഓർഗനൈസേഷൻ ബിഹേവിയറിലോട്ട് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അതിനെ മനസ്സിലാക്കുന്നത് എംപ്ലോയി മോട്ടിവേഷൻ എന്നുള്ളതാണ്. ഒരു ജോലി സ്ഥലത്ത് ഒരു ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മോട്ടിവേഷനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്, അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ മോട്ടിവേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. ഓർഗനൈസേഷൻ ബിഹേവിയറിൽ വരുമ്പോൾ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് മോട്ടിവേഷൻ? മോട്ടിവേഷന്റെ ഒരു നേച്ചർ എന്താണ് എന്നാണ്. മോട്ടിവേഷൻ റെഫേഴ്സ് ടു ദ സെറ്റ് ഓഫ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ദാറ്റ് ഡയറക്റ്റ്, എനർജൈസ് ആൻഡ് സസ്റ്റെയിൻ ഹ്യൂമൻ ബിഹേവിയർ ടുവാർഡ് ദ അച്ചീവ്മെന്റ് ഓഫ് സ്പെസിഫിക് ഗോൾസ്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം, ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിലോട്ട് ഒരു മനുഷ്യന്റെ എന്താ പറയാ പെരുമാറ്റത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെ, അത് ഇന്റേണൽ ഫോഴ്സസ് ആവാം, എക്സ്റ്റേണൽ ഫോഴ്സസ് ആവാം, ആ പെരുമാറ്റത്തെ ഡയറക്റ്റ് ചെയ്യുകയും എനർജൈസ് ചെയ്യുകയും സസ്റ്റെയിൻ ചെയ്യുകയും കൊണ്ടുപോകുന്ന ആ ലക്ഷ്യത്തിലോട്ട് എത്തിക്കുന്നതിന്റെ പുറകിലുള്ള ആ പ്രവർത്തനത്തെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാതിരുന്നിട്ട് മറ്റൊരു കാര്യം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷനിൽ ഒരു ദിവസം ഒരാൾ ജോലിക്ക് പോകാതെ വേറൊരു കാര്യത്തിൽ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോകുന്നത്? അപ്പൊ ആ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോകുന്ന ആൾക്ക് മോട്ടിവേഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അല്ലെ? മോട്ടിവേറ്റഡ് ആണ്. അപ്പൊ അത് ഓർഗനൈസേഷന്റെ ഫേവറബിൾ ആയിട്ടുള്ള രീതിക്കല്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. എന്തുകൊണ്ടാണ് ആൾക്കാർ ചില രീതിക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത്, അതിന്റെ പിന്നിലുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സിനാണ് നമുക്ക് ജനറലി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മോട്ടിവേഷന്റെ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് നോക്കാം. The term motivation derives from the Latin word. നമുക്കറിയാം, മോറെ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് ആണ്. ആ വാക്കിന് അർത്ഥം തന്നെ ചലിക്കുക, ചലനം എന്നുള്ളതാണ്. Okay, motivation describes the psychological processes that underlie the direction, intensity, persistence of behavior or thought. അപ്പോൾ പെരുമാറ്റങ്ങളുടെയോ ചിന്തകളുടെയോ പുറകിലുള്ള ചിന്തകളെയോ തീരുമാനിക്കുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന, അതിനെ പെർസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്ന, അതിന്റെ ഇന്റൻസിറ്റിയെ തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ്, ഒരു മാനസികമായ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു കാര്യം ചെയ്യുന്നതിന്റെയും പിന്നിലുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുക. അതിനകത്ത് 3 കാര്യങ്ങൾ വരണം: ഡയറക്ഷൻ, ഇന്റൻസിറ്റി, പെർസിസ്റ്റൻസ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രത്യേക ഗോളിലോട്ട് ഡയറക്റ്റ് ചെയ്യുക. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഇന്റൻസീവ് ആയിട്ട് അത് ചെയ്യണം. ഒരു പർട്ടിക്കുലർ ഇന്റൻസിറ്റി അതിന് വേണം. ആ പർട്ടിക്കുലർ ഒരു എനർജി വേണം, അല്ലെ? ആ പർട്ടിക്കുലർ ഇന്റൻസിറ്റിയിൽ ആ കാര്യം എങ്ങനെ ചെയ്യണം? പെർസിസ്റ്റന്റ് ആയിട്ട് ആ കാര്യത്തിലോട്ട് എത്തുന്നത് വരെയും ആ ഒരു ഇന്റൻസിറ്റി നിലനിൽക്കണം, അല്ലെ? അതിനപ്പോൾ ഡയറക്ഷൻ ഉണ്ട്, ഇന്റൻസിറ്റി ഉണ്ട്, പെർസിസ്റ്റൻസ് ഉണ്ട്. ഈ 3 കമ്പോണന്റും കൂടെ ചേരുന്നതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പെർറ്റെയിൻസ് ടു വാട്ട് ആൻ ഇൻഡിവിജ്വൽ ഈസ് അറ്റൻഡിങ് ടു അറ്റ് എ ഗിവൺ ടൈം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്താണ് ചെയ്യാനായിട്ട്, എന്താണ് അറ്റൻഡ് ചെയ്യുന്നത്, അതിനെയാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇന്റൻസിറ്റി റെപ്രസെന്റ്സ് ദി എമൗണ്ട് ഓഫ് എഫേർട്ട് ബീങ് ഇൻവെസ്റ്റഡ് ഇൻ ദ ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റിയിൽ എത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ട്, ആ പ്രവർത്തനത്തിൽ എത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ട്, അതിനെയാണ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. പെർസിസ്റ്റൻസി റെപ്രസെന്റ്സ് ഹൗ ലോങ് ദാറ്റ് ആക്ടിവിറ്റി ഈസ് ദ ഫോക്കസ് ഓഫ് വൺസ് അറ്റൻഷൻ. പെർസിസ്റ്റൻസിനെ എത്രമാത്രം പെർസിസ്റ്റന്റ് ആയിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതിനെയാണ്. അപ്പം മോട്ടിവേഷന്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ മോട്ടിവേഷൻ ഡിസ്ക്രൈബ്സ് സൈക്കോളജിക്കൽ പ്രോസസ്സസ് എന്ന് പറഞ്ഞിട്ട് ഈ ഡെഫിനിഷൻ എഴുതണം. ഈ 3 കമ്പോണന്റും അതിനകത്ത് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, ഡയറക്ഷൻ, ഇന്റൻസിറ്റി ആൻഡ് പെർസിസ്റ്റൻസ്. നമ്മൾ ഓൾറെഡി 3 കമ്പോണന്റ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. In the basic motivation process. Motivation is a process that begins with a psychological deficiency or need, which activates behavior or a drive aimed at achieving a goal. അപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ് മോട്ടിവേഷൻ തോന്നുന്നത്, അല്ലെ? മോട്ടിവേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ ഏറ്റവും തുടക്കം എവിടെ നിന്നാണ്? ഒരു ഡെഫിഷ്യൻസി തോന്നണം, അല്ലെ? സൈക്കോളജിക്കലോ ഫിസിയോളജിക്കലോ ആയിട്ടുള്ള ഒരു ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഒരു നീഡോ, ഒരു ആവശ്യമോ തോന്നണം. അത് ബിഹേവിയറിനെ എന്ത് ചെയ്യണം? ആക്ടിവേറ്റ് ചെയ്യണം. അതൊരു
ഗോളിലോട്ട് എത്തണം എങ്കിൽ മാത്രമേ മോട്ടിവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ആദ്യമേ ഒരു നീഡോ ഡെഫിഷ്യൻസിയോ ഫീൽ ചെയ്യണം. ആ നീഡ് എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കലോ സൈക്കോളജിക്കലോ ആയിട്ടുള്ള, അപ്പൊ ദാഹിക്കുന്നു വെള്ളം കുടിക്കണം എന്നുള്ളൊരു ഫിസിയോളജിക്കൽ നീഡാണ്. പുറത്തുപോയി കൂട്ടുകാരുമായിട്ടൊന്ന് എൻജോയ് ചെയ്യണം എന്നുള്ള ഒരു സൈക്കോളജിക്കൽ നീഡാണ് അല്ലേ? അതാണ് അതിനകത്ത് ഡിഫറൻസ്. ഫിസിയോളജിക്കലോ സൈക്കോളജിക്കലോ ഒരു ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഒരു നീഡിൽ നിന്നും ആണ് അത് വരേണ്ടത്. അത് ബിഹേവിയറിനെ എന്ത് ചെയ്യണം? ആക്ടിവേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ആക്ടിവേറ്റ് ബിഹേവിയർ ഒരു ഡ്രൈവ്, ആ ബിഹേവിയറിനെ ഡ്രൈവിനെ ആക്ടിവേറ്റ് ചെയ്യണം. അതിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? എയിംഡ് അറ്റ് അച്ചീവിങ് എ ഗോൾ ഓർ ഇൻസെന്റീവ്, എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്നതിലോട്ടായിരിക്കണം ഈ പറയുന്ന പ്രോസസ്സുകൾ ലീഡ് ചെയ്യേണ്ടത്. ഓക്കെ, മോട്ടിവേഷനകത്ത് അപ്പം 3 കാര്യങ്ങളാണ്. ആദ്യം എന്തുണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞു? ഒരു നീഡ് വരണം, ദെൻ ഡ്രൈവ് വരണം, അത് ഇൻസെന്റീവിലോട്ട് നയിക്കണം. അപ്പൊ നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീഡ്സ് അറൈസ് whenever there is a physiological or psychological imbalance, മുമ്പേ പറഞ്ഞ പോലെ. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഡ്രൈവ് എന്ന് പറയുന്നത് എന്താണ്? ഡ്രൈവ് ഓൾസോ റെഫർ ടു ആസ് മോട്ടീവ്സ്. ഡ്രൈവിനെ നമ്മൾ മോട്ടീവ്സ് എന്നും പറയുന്നുണ്ട്. എസ്റ്റാബ്ലിഷ് ടു റെഡ്യൂസ് ഓർ സാറ്റിസ്ഫൈ നീഡ്സ്. നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, എ ഡ്രൈവ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് എ ഡെഫിഷ്യൻസി വിത്ത് ഡയറക്ഷൻ പുഷിങ് ആൻ ഇൻഡിവിജ്വൽ ടുവേർഡ് ആക്ഷൻ. അപ്പൊ നീഡ് വന്നു എന്നതുകൊണ്ട് മാത്രം നമ്മളൊരു കാര്യം ചെയ്യണമെന്നില്ല, ഒരു ഡ്രൈവ് കൂടെ വരണം. അതിനെ പുഷ് ചെയ്യുന്ന, ആ നീഡിനെ പുറകിൽ നിന്ന് പുഷ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമുക്ക് ഡ്രൈവ് ആയിട്ട് കാണാം. ദെൻ മൂന്നാമത്തെ ഘടകം എന്താണ്? ഇൻസെന്റീവ്. Incentives represent the end point of the motivation cycle and refer to anything that satisfies a need or reducing a drive. ഡ്രൈവിനെ കുറയ്ക്കുന്നതോ ആ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതോ ആയ ഏതൊരു കാര്യത്തിനെയും നമുക്ക് ഇൻസെന്റീവ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങൾ ആ മോട്ടിവേഷൻ സൈക്കിളിൽ ഉണ്ട്: നീഡ്, ഡ്രൈവ്, ഇൻസെന്റീവ്. ഓക്കെ, ഇനി മോട്ടിവേഷനകത്ത് ബേസിക് കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. പ്രൈമറി മോട്ടീവ്സും സെക്കൻഡറി മോട്ടീവ്സും ഉണ്ട്. മോട്ടീവ്സ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രൈമറി മോട്ടീവ്സ് ഉണ്ട്, സെക്കൻഡറി മോട്ടീവ്സ് ഉണ്ട്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ കുറച്ച് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പ്രൈമറി മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം കേട്ടോ. കറക്റ്റ് ആയിട്ട് അതിന്റെ ആ ഒരു ഡെഫിനേഷൻ, ആ ഒരു സെന്റൻസ് പഠിച്ചിരിക്കണേ. പ്രൈമറി മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി മോട്ടീവ്സ് ആർ അൺലേൺഡ് ആൻഡ് ഫിസിയോളജിക്കലി ബേസ്ഡ് ഡ്രൈവ്സ്. അപ്പൊ പ്രൈമറി മോട്ടിവേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് മോട്ടീവ്സ് ഒന്നും എഴുതി വെച്ചേക്കരുത്. അൺലേൺഡ് ആയിട്ടുള്ള ഫിസിയോളജിക്കലി ബേസ്ഡ് ആയിട്ടുള്ള ഡ്രൈവ്സിനെയാണ് നമ്മൾ പ്രൈമറി മോട്ടീവ്സ് എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് അത് റേസ് ചെയ്യുന്നത്? arise from basic biological needs are essential for survival. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബയോളജിക്കൽ നീഡ്സ്, ഫോർ എക്സാമ്പിൾ ഹങ്കർ, ടേസ്റ്റ്, സ്ലീപ്പ്, റെസ്റ്റ്, ഇതുപോലൊക്കെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബയോളജിക്കൽ നീഡുകളിൽ നിന്ന് എന്താ പറയുക, റൈസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ്, ഡ്രൈവിനെയാണ് നമ്മൾ പ്രൈമറി മോട്ടീവ്സ് എന്ന് പറയുന്നത്. അത് അൺലേൺഡ് ആണ്. അൺലേൺഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരിക്കലും നമ്മൾ പഠിച്ചെടുക്കുന്നതല്ല. ബേസിക്കലി ബയോളജിക്കലി ഇനേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉള്ള ഒരു നീഡോ ഡ്രൈവോ ആണ്, അല്ലെ? ഫിസിയോളജിക്കലി ബേസ്ഡ് ആണ്. അതിനെയാണ് പ്രൈമറി മോട്ടീവ്സ് എന്ന് പറയുന്നത്. ഓർക്കുക, ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. പ്രൈമറി മോട്ടീവ്സോ സെക്കൻഡറി മോട്ടീവ്സോ ഒക്കെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തും ചോദിക്കാം. അപ്പോൾ പ്രൈമറി മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തെ കോർ എലമെന്റ് എന്താണ്? അൺലേൺഡ് ആണ്, ഫിസിയോളജിക്കലി ബേസ്ഡ് ആണ്. The based drives that arise from basic biological needs and are essential for survival. സർവൈവലിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള അൺലേൺഡ് ആയിട്ടുള്ള ഫിസിയോളജിക്കലി ബേസ്ഡ് ഡ്രൈവിനെയാണ് പ്രൈമറി മോട്ടീവ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ലേൺഡ് ആയിട്ടുള്ള, ദാറ്റ് ഡെവലപ്പ് ത്രൂ എക്സ്പീരിയൻസ്, സോഷ്യൽ ഇന്ററാക്ഷൻ, കൾച്ചറൽ ഇൻഫ്ലുവൻസസ്. അപ്പോൾ അതിനുശേഷം സെക്കൻഡറി മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ ലേൺഡ് ആയിട്ടുള്ള, നമ്മുടെ ഇന്ററാക്ഷൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മുടെ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന, അല്ലെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ഡ്രൈവുകളാണ്, മോട്ടീവ്സിനെയാണ് നമ്മൾ സെക്കൻഡറി മോട്ടീവ്സ് എന്ന് പറയുന്നത്. അത് ഫിസിയോളജിക്കലി ബേസ്ഡ് ആയിട്ട് ആയിരിക്കില്ല, ബട്ട് പ്ലേ മേജർ റോൾ ഇൻ ഷേപ്പിംഗ് ബിഹേവിയർ, എസ്പെഷ്യലി ഓർഗനൈസേഷൻ സെറ്റിംഗ്സ്. പക്ഷെ ഇത് ബയോളജിക്കലി ബേസ്ഡ് അല്ല, പക്ഷെ ഇതിന്റെ ഒരു ഫിസിയോളജിക്കലി ബേസ്ഡ് അല്ല, പക്ഷെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റത്തെ ഒക്കെ തീരുമാനിക്കുന്ന ചില ഘടകങ്ങളാണ് സെക്കൻഡറി മോട്ടീവ്സ്. ഓർഗനൈസേഷൻ ബിഹേവിയർ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടീവ്സ് എന്ന് പറയുന്നത് സെക്കൻഡറി മോട്ടീവ്സ് ആണ്. ഓൾറെഡി പ്രൈമറി മോട്ടീവ്സ് ഒക്കെ നമ്മൾ നീഡ് മെറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി പ്രകാരം. ഓക്കെ, ഈ മോട്ടിവേഷനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്താണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഇൻട്രിൻസിക് മോട്ടിവേഷനും? ആ പേരിൽ തന്നെ ഉണ്ട്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ഫ്രം ദ ആക്ച്വൽ ഓർ ആന്റിസിപ്പേറ്റഡ് റെസിപ്റ്റ് ഓഫ് എക്സ്റ്റേണൽ റിവാർഡ്സ് such as recognition, money or promotion. ഓക്കെ, അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എങ്ങനെ ഉണ്ടാവുന്നതാണ്? എക്സ്റ്റേണൽ റിവാർഡ്സിൽ നിന്നോ, അതായത് റെക്കഗ്നീഷനോ, മണി, പണം പോലെയുള്ള കാര്യങ്ങളോ, അല്ലെ പ്രൊമോഷൻ, ഓർഗനൈസേഷന്റെ ബിഹേവിയർ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം കേട്ടോ.
അപ്പൊ ഒന്നെങ്കിൽ സാലറിയോ ഇൻസെന്റീവോ പണമോ പ്രമോഷനോ റെക്കഗ്നീഷനോ പോലുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്ന മോട്ടിവേഷനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിന്ന്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് ആക്ച്വൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് ഉണ്ടായേക്കാം എന്നുള്ള നമ്മുടെ ഒരു ആന്റിസിപ്പേഷന്റെ പുറത്ത് നമ്മൾ അങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മോട്ടിവേഷൻ തോന്നാം. അതിനെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്താണ്? അറൈസസ് ഫ്രം ഇന്റേണൽ ഫീലിംഗ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എൻജോയ്മെന്റ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ് ഡിറൈവ്ഡ് ഫ്രം പെർഫോമിംഗ് ദ ടാസ്ക് ഇറ്റ്സെൽഫ്. അപ്പോൾ ഒരു ടാസ്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇന്റേണലി കിട്ടുന്ന ഒരു മനസുഖം എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു എൻജോയ്മെന്റ്, നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിൽ നിന്നുണ്ടാവുന്ന മോട്ടിവേഷനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോട്ടിവേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു ഓർഗനൈസേഷൻ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മോട്ടിവേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വൺ ഓഫ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ മാനേജർ ഇസ് ടു എൻഷുർ ദാറ്റ് എംപ്ലോയീസ് ആർ മോട്ടിവേറ്റഡ് ടു പെർഫോം അറ്റ് ദെയർ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ. ഓർഗനൈസേഷൻ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മോട്ടിവേഷന്റെ പ്രാധാന്യം എന്താണ്? ആൾക്കാർ മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ ആൾക്കാർ നന്നായിട്ട് ഓർഗനൈസേഷനകത്ത് പെർഫോം ചെയ്യുവോ? ഇല്ല. അങ്ങനെ ആൾക്കാർ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ഓർഗനൈസേഷൻ നന്നായിട്ട് effective ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഓർഗനൈസേഷൻ നല്ല പ്രൊഡക്ടിവിറ്റി കാഴ്ചവെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മോട്ടിവേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ മാനേജർമാർക്ക് എന്താ പറയാ, ആൾക്കാർ മോട്ടിവേറ്റഡ് ആണ്, എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആണ് എന്ന് ഉറപ്പാക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞു ആൾക്കാർ മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുവോ, ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ, ഒക്കെ പറ്റുമോ എന്ന് ചോദിച്ചു അല്ലേ. പക്ഷെ ഒരു ജോബിന്റെ പെർഫോമൻസിനെ, ഒരാളുടെ ജോലിയിലെ പെർഫോമൻസിനെ തീരുമാനിക്കുന്ന ഘടകം മോട്ടിവേഷൻ മാത്രമാണോ? അല്ല. പെർഫോമൻസിനെ തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് മോട്ടിവേഷൻ. രണ്ടാമത്തെ ഘടകം എന്താണ്? ഒരാൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അയാൾക്ക് ഒരു മോട്ടിവേഷൻ തോന്നണം അല്ലേ. ഇന്റേണലി എക്സ്റ്റേണലി either way അദ്ദേഹം മോട്ടിവേറ്റഡ് ആയിരിക്കണം. പ്ലസ് അദ്ദേഹത്തിന് ആ കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാവണം അല്ലേ. ദാറ്റ് ഈസ് എബിലിറ്റി. ഇനി എബിലിറ്റി ഉണ്ട്, നല്ല മോട്ടിവേഷൻ ഉണ്ട്, ആ കാര്യം പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവണ്ടേ. നല്ല ആ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അദ്ദേഹത്തിന് ആ കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ദാറ്റ് ഈസ് ഇ ഫോർ എൻവയോൺമെന്റ്. അപ്പൊ പെർഫോമൻസ് ഈസ് ഈക്വൽ ടു എം plus A plus E, where P is performance, M motivation, A denotes ability, and E stands for environment. Performance is the combined result of motivation, ability, and work environment and can be expressed by the following formula. Environment എന്ന് പറയുന്നത് work environment ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. For employees to achieve high levels of performance, three conditions must be satisfied. അപ്പൊ ഒന്ന്, അവര് they must want to do the job well എന്നുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവണം. they must possess the skill, that is the ability. they must have access to necessary resources. ഒരു ജോലി സ്ഥലത്ത് നന്നായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ആ ജോലി ചെയ്യേണ്ടതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസും എക്യുപ്മെന്റും ഇൻഫർമേഷനും ഒക്കെ ഉണ്ടാവണം അല്ലേ. അപ്പൊ അതാണ് പറയുന്നത്. ഇനി മോട്ടിവേഷൻ നമുക്ക് ഇല്ലാത്ത ഒരാൾക്ക് മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരാൾക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സെക്ഷൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ്, ഡെവലപ്പിംഗ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? ഒന്ന്, സെൽഫ് എസ്റ്റീം ആൻഡ് മോട്ടിവേഷൻ. ആൾക്കാരുടെ സെൽഫ് എസ്റ്റീമും മോട്ടിവേഷനുമായിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്ക് ഉണ്ട്. ഓർഗനൈസേഷൻ ക്യാൻ സ്ട്രെങ്തൻ എംപ്ലോയി മോട്ടിവേഷൻ ബൈ ഹെൽപ്പിംഗ് ദം ബിൽഡ് സെൽഫ് എസ്റ്റീം ഇൻ ദ ഫോളോയിങ് വേസ്. അപ്പൊ ആൾക്കാർക്ക് നമ്മൾ സെൽഫ് എസ്റ്റീം എന്താണെന്ന് കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞു. സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യുന്നത് വഴി ആൾക്കാരിൽ മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി സെൽഫ് എസ്റ്റീം എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നത്? അതിന് കുറെ മാർഗങ്ങളുണ്ട്. ഒന്ന്, അവർക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക. രണ്ട്, അവർക്ക് റെക്കഗ്നീഷൻ. ഒരു ജോലി സ്ഥലത്തെ എംപ്ലോയിയുടെ കാര്യമാണ് പറയുന്നത്. ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായ തക്ക പ്രതിഫലമല്ല, റെക്കഗ്നിഷൻ കൊടുക്കുക. അവരുടെ എഫേർട്ട് ഇത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ അവരുടെ എഫേർട്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയത്. അതിനെയാണല്ലോ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ മീനിങ്ഫുൾ കോൺട്രിബ്യൂഷൻ. അവരുടെ കോൺട്രിബ്യൂഷൻ വിലമതിക്കുന്നതാണെന്നും അവരുടെ കോൺട്രിബ്യൂഷനെ വിലമതിക്കുകയും ചെയ്യണം. അതിനെയാണ് ഓപ്പർച്യൂണിറ്റി ഫോർ മീനിങ്ഫുൾ കോൺട്രിബ്യൂഷൻ. Then a climate that values learning rather than perfection. അപ്പൊ ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതായത് ഇൻ കേസ് അവിടെ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാലും അതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അത് കണക്കാക്കപ്പെടണം. അല്ലെങ്കിൽ പെർഫെക്ഷൻ വേണം, പക്ഷേ ഇൻ കേസ് പെർഫെക്ഷൻ വന്നില്ലെങ്കിൽ ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആ സാഹചര്യത്തെ കാണാം. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയ എക്യുപ്മെന്റ് വന്നു, ആ എക്യുപ്മെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റി. അപ്പൊ എന്താ, പെർഫെക്റ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് എംപ്ലോയിനെ അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, കുറ്റപ്പെടുത്തുക അല്ല ഒരു
ഓർഗനൈസേഷനിൽ ചെയ്യേണ്ടത്. അവരുടെ സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റ് പറ്റി അതൊരു ലേണിംഗ് പ്രോസസ് ആയിട്ട് അതിനെ കാണുകയും അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീം കൂടുകയും thereby they will be more motivated to do the work. ഇനി നെക്സ്റ്റ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എങ്ങനെയാണ് ഓർഗനൈസേഷനകത്ത് നർച്ചർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന്, അവർക്ക് പ്രൊവൈഡിങ് ഓട്ടോണമി, അവർക്ക് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം നൽകുക, തീരുമാനങ്ങൾ സ്വന്തമായിട്ട് എടുക്കാനായിട്ടുള്ള ഒരു ഓട്ടോണമി നൽകുക. ഓപ്പർച്യൂണിറ്റീസ് ഫോർ മാസ്റ്ററി, മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്ത് അതിൽ മാസ്റ്റർ ആവാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുക. മീനിങ് ഫുൾ വർക്ക്, അവരുടെ വർക്ക് മീനിങ് ഫുൾ ആക്കുക. അവർ ചെയ്യുന്ന വർക്കും ഓർഗനൈസേഷന്റെ ടോട്ടൽ ഔട്ട്പുട്ടിനെ തീരുമാനിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ അവരുടെ വർക്കിനെ ഡിസൈൻ ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, അവർക്ക് ഡിസിഷൻ മേക്കിംഗിൽ ഒരു റോൾ കൊടുക്കുക. ഞാൻ പറയുന്ന ഒരു ഒപ്പീനിയൻ, എന്റെ ഒപ്പീനിയനും ഇമ്പോർട്ടന്റ് ആണ്, എന്റെ ഒപ്പീനിയനും കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസ് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യും, അല്ലെ? ദെൻ നീഡ് ഫോർ അച്ചീവ്മെന്റ്. അപ്പൊ നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അടുത്ത കൺസെപ്റ്റ് നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ്. നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്താണ്? എല്ലാവർക്കും കാര്യങ്ങൾ നന്നായിട്ട് എന്റെ ജോലിയിൽ എക്സൽ ചെയ്യണമെന്നും അല്ലെങ്കിൽ നല്ല ഒരു ഹൈ സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യണമെന്നും അല്ലെങ്കിൽ ചലഞ്ചിങ് ഗോൾസുകൾ അക്കംപ്ലിഷ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാവും. അതിനെയാണ് എല്ലാവരിലും അതുണ്ടാവും, അല്ലെ? ഏറിയും കുറഞ്ഞും അതുണ്ടാവും. അതിനെയാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനും അല്ലെങ്കിൽ എന്റെ എഫിഷ്യൻസിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം രീതിയിൽ പെർഫോം ചെയ്യാനും അല്ലെ എന്റെ ഫീൽഡിൽ എക്സൽ ചെയ്യാനും അല്ലെങ്കിൽ ഹൈ സ്റ്റാൻഡേർഡിനനുസരിച്ച് പെർഫോം ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു എന്താ പറയാ ഡിസയറിനെയാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈ നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉള്ള ആൾക്കാരാണ് ഒരു ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയുള്ളവരായിരിക്കും? അവർ കൂടുതൽ അവരുടെ സ്കില്ലുകൾ ആ ടാസ്കിൽ ഉപയോഗിക്കുകയും കൂടുതൽ എഫേർട്ട് വേണ്ടി വരുന്ന ടാസ്കുകൾ ഏറ്റെടുത്ത് ചെയ്യുകയും അതുപോലെ എന്താണ് അവർ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ എടുക്കും. പക്ഷെ ആ ചലഞ്ചസ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചലഞ്ചസ് ആയിരിക്കും അവർ ഏറ്റെടുക്കുന്നത്. അതിനെയാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു എംപ്ലോയി ഒരാളുടെ മോട്ടിവേഷനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷൻ ക്യാൻ സ്ട്രെങ്തൻ മോട്ടിവേഷൻ ബൈ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു സെറ്റ് ക്ലിയർ മീനിങ് ആൻഡ് അച്ചീവിംഗ് ഗോൾസ്. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യുന്നത് വഴി ആൾക്കാരുടെ മോട്ടിവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രൊവൈഡിങ് റെഗുലർ ടൈംലി ഫീഡ്ബാക്ക് കൊടുക്കണം. ഒരു കാര്യം ചെയ്തതിന് ശേഷം ടൈംലി ഫീഡ്ബാക്ക്, അതുപോലെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കുക. അപ്പോൾ അതെന്താണ്? അത് അവരുടെ പ്രോഗ്രസ്സിലൂടെ എംപ്ലോയീസിന്റെ പ്രോഗ്രസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, അല്ലെ? അതുപോലെ അക്കംപ്ലിഷ്മെന്റ്സ് റെക്കഗ്നൈസ് ചെയ്യും. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ അവരുടെ നേട്ടങ്ങളെ അംഗീകരിക്കുക എന്നുള്ളത്. അപ്പോൾ ബൈ എൻകറേജിംഗ് ഗോൾ സെറ്റിംഗ്, പ്രൊവൈഡിംഗ് റെഗുലർ ഫീഡ്ബാക്ക് ആൻഡ് റെക്കഗ്നൈസിംഗ് അക്കംപ്ലിഷ്മെന്റ്സ്, ഓർഗനൈസേഷൻ ക്യാൻ സ്ട്രെങ്തൻ മോട്ടീവ് thereby enhancing overall motivation, performance and effectiveness. അപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ മോട്ടിവേഷനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് സിറ്റുവേഷണൽ ഡിറ്റർമിനൻസ് ഓഫ് മോട്ടിവേഷൻ ഇൻ ഓർഗനൈസേഷണൽ സെറ്റിംഗ്. അപ്പോൾ ഓർഗനൈസേഷൻ സെറ്റിംഗ്സിലെ സിറ്റുവേഷണൽ ഡിറ്റർമിനൻസ്, മോട്ടിവേഷനെ തീരുമാനിക്കുന്നതിൽ ചില സിറ്റുവേഷണൽ ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ സിറ്റുവേഷൻ ഫാക്ടേഴ്സ് ആയിരിക്കും, ഓർഗനൈസേഷൻ കണ്ടീഷൻസ് ആയിരിക്കും മോട്ടിവേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനകത്ത് നിൽക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ലീഡ് ചെയ്യുന്ന ആള്, അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് സ്റ്റൈൽ എങ്ങനെയുള്ളതാണ്? നമ്മൾ ഇനി വരുന്ന യൂണിറ്റുകളിൽ പല പല ലീഡർഷിപ്പ് സ്റ്റൈലുകളെ പറ്റിയും അതിന്റെ നേട്ടങ്ങളെ പറ്റിയും കോട്ടങ്ങളെ പറ്റിയും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലീഡർഷിപ്പ് സ്റ്റൈൽ ഒരു റോളാണ്. അപ്പൊ എന്താ പറയാ, അതോറിറ്റേറ്റീവോ അതോറിറ്റേറിയൻ ആണോ, അതോറിറ്റേറ്റീവ് ലീഡർഷിപ്പ് ആണോ ആ എംപ്ലോയി വർക്ക് ചെയ്യുന്ന ലീഡറുടെ ലീഡർഷിപ്പ് സ്റ്റൈല്? അതോറിറ്റേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ ആണെങ്കിൽ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ആ എംപ്ലോയിക്ക് അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ ആ ജോബ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആ ഓർഗനൈസേഷനകത്ത് നിലനിൽക്കുന്ന റിവാർഡ് സിസ്റ്റം എങ്ങനെയാണ്, ആ ഓർഗനൈസേഷനകത്ത് വർക്ക് ക്ലൈമറ്റ് എങ്ങനത്തെ വർക്ക് ക്ലൈമറ്റ് ആണ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള വർക്ക് ക്ലൈമറ്റ് ആണോ, റിസോഴ്സസ്
റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയാൽ അതിനെ അംഗീകരിക്കുന്ന, അതിനെ ക്രിട്ടിസൈസ് ചെയ്യാത്ത, അല്ലെങ്കിൽ അതിനെ കൺസ്ട്രക്റ്റീവായിട്ട് ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു വർക്ക് എൻവയോൺമെന്റ് ആണോ, അതിൽ ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ആ ഗ്രൂപ്പിന്റെ ഡൈനാമിക്സ് എന്തൊക്കെയാണ്, ആ ഗ്രൂപ്പിൽ പരസ്പരം ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഒരു ഓർഗനൈസേഷനകത്തെ സിറ്റുവേഷണൽ ഡിറ്റർമിനൻസ്. ഒരു എംപ്ലോയി മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന എന്താ പറയാ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ തന്നെ നമ്മൾ ഒരു ഓർഗനൈസേഷനകത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ നമുക്കൊരു നല്ല ലീഡർ ആയിരിക്കണം, അല്ലെ? അദ്ദേഹത്തിന് ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി എങ്ങനെയുള്ളതാണ്, എങ്ങനെയാണ് ആ ജോലി ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിനൊരു റോൾ ഉണ്ട്. എസ്പെഷ്യലി നമുക്ക് കിട്ടുന്ന റിവാർഡ്, അത് സാലറി ആവാം, അത് പേഴ്സ് ആവാം, ഇൻസെന്റീവ്സ് ആവാം, ഇതിനൊക്കെ ഒരു റോൾ ഉണ്ട് നമ്മുടെ മോട്ടിവേഷൻ തീരുമാനിക്കുന്നതിൽ. അതുപോലെ ആ വർക്ക് ക്ലൈമറ്റ് ചിലപ്പോൾ വളരെ എന്താ പറയാ ഇൻഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ റിലേഷൻഷിപ്പിനെയൊക്കെ എൻകറേജ് ചെയ്യുന്ന വർക്ക് എൻവയോൺമെന്റ് ആണെങ്കിൽ നാച്ചുറലി ആൾക്കാർ കൂടുതൽ മോട്ടിവേറ്റഡ് ആയിരിക്കും, അല്ലെ? അപ്പൊ അതുപോലെ ഗ്രൂപ്പ്, നമ്മൾക്ക് ഒരു ഗ്രൂപ്പ് ടാസ്ക് ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് എങ്ങനെയാണ്, നമ്മുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നവരുടെ ബിഹേവിയർ, പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മോട്ടിവേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ദീസ് ആർ ദ സിറ്റുവേഷൻ ഡിറ്റർമിനൻസ് ഓഫ് മോട്ടിവേഷൻ. അപ്പൊ ഇതാണ് നമുക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 1 പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് യൂണിറ്റ് 2 ആണ് നോക്കാനുള്ളത്. ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ യൂണിറ്റിന്റെ പേര്. എന്താണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, കേട്ടിട്ടുണ്ടോ? ആർ യു സാറ്റിസ്ഫൈഡ് ഇൻ യുവർ ജോബ്സ്? നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണോ? എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്? ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോബ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. Is a positive feeling about one's job that results from an evaluation of its characteristics. ഒരു ജോലിയുടെ സ്വഭാവ സവിശേഷതകളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഒരാൾക്ക് ആ ജോലിയോട് ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണോ ഉള്ളത്, ആണെങ്കിൽ അയാൾ സാറ്റിസ്ഫൈഡ് ആണ്. നെഗറ്റീവ് ഫീലിംഗ് ആണോ ഉള്ളത്, അദ്ദേഹം ഡിസാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒന്നാമത്, ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഫീലിംഗ്. എന്തിനെ പറ്റിയുള്ള ഫീലിംഗ് ആണ്? അബൌട്ട് വൺസ് ജോബ് ദാറ്റ് റിസൾട്ട്സ് ഫ്രം ആൻ ഇവാലുവേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. എങ്ങനെയാണ് പോസിറ്റീവ് ഫീലിംഗ് തോന്നുന്നത്? ആ ജോലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഇത്ര നേരം ജോലി ചെയ്താൽ മതി, അല്ലെങ്കിൽ ജോലിക്ക് അനുസൃതമായിട്ടുള്ള സാലറി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ബാക്കിയുള്ള സപ്പോർട്ട് എനിക്ക്, ഇങ്ങനെ പല 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 ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആഫ്റ്റർ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് നമുക്കുള്ളത്. ദാറ്റ് ഡിനോട്ട്സ് വി ആർ സാറ്റിസ്ഫൈഡ്. ദാറ്റ് ഈസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ഈ ഡെഫിനേഷൻ കൊണ്ടുവന്നത് റോബിൻസൺ ആണ് 2013. ഓക്കെ, അപ്പോൾ എഗെയിൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ ഡെഫിനേഷൻ എഴുതുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ നമുക്കിപ്പം ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വരാൻ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എഴുതാൻ തോന്നും. ബട്ട് യു ഹാവ് ടു റൈറ്റ് ദ കറക്റ്റ് ഡെഫിനേഷൻ. ഓക്കെ, ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മെഷറിംഗ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുമോ? മുമ്പേ നമ്മൾ പറയുന്നത് പോസിറ്റീവ് ഫീലിംഗ് ആണ്, അല്ലെ? നമുക്കതിനെ മെഷർ ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ എന്തിനാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത? അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മോട്ടിവേഷൻ പറഞ്ഞ പോലെ ഒരു ഓർഗനൈസേഷനകത്ത് ഒരു ലീഡറോ അല്ലെങ്കിൽ മാനേജറോ അതിനകത്തെ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആണെന്ന് എൻഷുർ ചെയ്യണം, അല്ലെ? എങ്കിൽ മാത്രമേ അവരെ കൊണ്ട് നന്നായിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എംപ്ലോയീസ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമല്ലേ എന്താണ് സാറ്റിസ്ഫൈഡ് ആവാതിരിക്കാനുള്ള കാരണം. അപ്പൊ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക, അല്ല സാറ്റിസ്ഫൈഡ് ആകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, ഇതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ മെഷർ ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ മെത്തേഡ് ആണ് സിംഗിൾ ഗ്ലോബൽ റേറ്റിംഗ് മെത്തേഡ്. ഓക്കെ, എന്താണ് സിംഗിൾ ഗ്ലോബൽ റേറ്റിംഗ് മെത്തേഡ്? ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? എംപ്ലോയീസ് ആർ ആസ്ക്ഡ് വൺ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, all things considered, how satisfied are you with your job? Then they respond on a numerical basis. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുന്നത്. എല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഒരു 1 to 5 ഒരു സ്കെയിൽ ഉണ്ട്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഡിസാറ്റിസ്ഫൈഡ് ആണ്, ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. 3 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ. 1 to 5 ഒരു സ്കെയിൽ ആണുള്ളത്. അപ്പൊ 5 എന്നൊക്കെ പറയുന്ന ആൾക്ക് അവരുടെ ജോലിയിൽ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഒന്നും വേണ്ട അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ്. അപ്പൊ പെട്ടെന്ന് നമുക്കൊരു
എംപ്ലോയീസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ല ജോബ് സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്നൊരു ഐഡിയ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത് സിംഗിൾ ഗ്ലോബൽ റേറ്റിംഗ് മെത്തേഡ്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ പറയാ പെട്ടെന്ന് ഒരു വർക്ക് ഫോഴ്സിനെ പറ്റി ഒരു സർവേ ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷെ ഇതിനകത്ത് എന്ത് കാരണം കൊണ്ടാണ് ഡിസാറ്റിസ്ഫൈഡ് ആവുന്നത് എന്നൊന്നും അവര് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഒരു വൺ ഓഫ് ദ എന്താ പറയാ മെയിൻ ഡിമെറിറ്റ് ആണ്. രണ്ടാമത്തെ മെത്തേഡാണ് സമ്മേഷൻ ഓഫ് ജോബ് ഫാസിറ്റ്സ് മെത്തേഡ്. സമ്മേഷൻ മെത്തേഡിന് നമ്മൾ വേറൊരു പേരും വിളിക്കും സമ്മേഷൻ സ്കോർ എന്നും പറഞ്ഞു. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ ഒരു സിംഗിൾ ഓവറോൾ ജഡ്ജ്മെന്റിനെ റിലേ ചെയ്തതിന് പകരം ഈ ജോബിനെ പല പല കമ്പോണന്റുകളായിട്ട് തിരിക്കും. എന്നിട്ട് ആൾക്കാർ ഓരോ കമ്പോണന്റിനെയും അനുസരിച്ച് അവരുടെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അതിനകത്ത് രേഖപ്പെടുത്താൻ പറയും. ഓരോ സെപ്പറേറ്റ് കമ്പോണന്റിനെ അനുസരിച്ച്. എന്നിട്ട് ഈ കമ്പോണന്റ്സ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഓവറോൾ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ജോബിന്റെ കമ്പോണന്റ് എന്ന് പറയുമ്പം ജോലിയുടെ സ്വഭാവം, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സൂപ്പർവിഷൻ, അവർക്ക് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ്, അല്ലെങ്കിൽ പ്രൊമോഷനുള്ള ഓപ്പർച്യൂണിറ്റി അവരുടെ ജോലി കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പോണന്റ്സ് ആയിരിക്കും ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഒരു ടോട്ടൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് സമ്മേഷൻ ഓഫ് ജോബ് ഫാസിറ്റ്സ് മെത്തേഡ് എന്ന് പറയുന്നത്, ഫസിറ്റ്സ് മെത്തേഡ്. രണ്ടാമത്തതാണ് സ്റ്റാൻഡർഡൈസ്ഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ സ്കെയിൽ. ഈ സ്റ്റാൻഡർഡൈസ്ഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ സ്കെയിൽ എന്ന് പറയുന്നത് കുറെ ഡിഫറെന്റ് സ്കെയിൽസ് ഉണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തതാണ് ജോബ് ഡിസ്ക്രിപ്റ്റീവ് ഇൻഡെക്സ് JDI എന്ന് പറയുന്ന ഒരു മെത്തേഡ്. മിനിസോട്ട സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യൻ MSQ അനദർ മെത്തേഡ് ആണ്. ദെൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ സർവേ അനദർ മെത്തേഡ് ആണ്. ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്മിത്ത് കെൻഡൽ എന്നൊക്കെ പറഞ്ഞ് ചില റിസർച്ചേഴ്സ് കൊണ്ടുവന്ന ഒരു മെത്തേഡാണ്. ഇവിടെ ഇറ്റ് യൂസസ് 72 ഐറ്റംസ് ടു അസസ് 5 ഫസിറ്റ്സ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ 72 ഐറ്റം ഉള്ള ഒരു ജോബ് ഡിസ്ക്രിപ്റ്റീവ് ഇൻഡെക്സ് ആണ് ഇതിലുള്ളത്. ഇതിൽ 5 ഡൊമൈൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 5 ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആ ജോലി, രണ്ട് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ്, മൂന്നാമത്തത് പ്രമോഷൻ, നാലാമത്തത് സൂപ്പർവിഷൻ, അഞ്ചാമത്തത് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന കോവർക്കേഴ്സ്. അപ്പൊ ഈ 5 ഡൊമൈൻസ് 72 ഐറ്റത്തിലും ഈ 5 ഡൊമൈൻസും വെച്ച് മെഷർ ചെയ്തുകൊണ്ടാണ് ഒരു ടോട്ടൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇതിന്റെ ഒരു റിവൈസ്ഡ് വേർഷൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ 1990. രണ്ടാമത്തതാണ് മിനിസോട്ട സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യൻ MSQ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ മിനിസോട്ട എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ളത് രണ്ട് ഫോംസ് അതിന്റെ അവൈലബിൾ ആണ്. ഒരു ലോങ് ഫോം ഉണ്ട്, രണ്ട് രീതിക്കുണ്ട് മിനിസോട്ട സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യൻ. പ്രധാനമായിട്ടും ഒരു 100 ഐറ്റം ഉള്ള ഒരു ലോങ് ഒരു ഫോം അതിനുണ്ട്. പിന്നെ 20 ഐറ്റം ഉള്ള ഒരു ഷോർട്ട് ഫോമും അതിനുണ്ട്. ഇത് മെയിൻ ആയിട്ട് മെഷർ ചെയ്യുന്നത് ഇൻട്രിൻസിക് സാറ്റിസ്ഫാക്ഷൻ ആണ് മെഷർ ചെയ്യുന്നത്. ഇൻട്രിൻസിക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രിൻസിക് സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ദ വർക്ക് ഇറ്റ്സെൽഫ് സച്ച് ആസ് അച്ചീവ്മെന്റ്, ഓട്ടോണമി എക്സെട്ര. അതുപോലെ എക്സ്ട്രിൻസിക് സാറ്റിസ്ഫാക്ഷൻ ഫാക്ടേഴ്സ് ആയ എക്സ്റ്റേണൽ റിവാർഡ്സ്, പേ, കമ്പനി പോളിസി, സൂപ്പർവിഷൻ. അപ്പം ഈ രണ്ട് എലമെന്റ്സും മെഷർ ചെയ്യുന്നുണ്ട്. രണ്ട് കമ്പോണൻസിലും വരുന്ന ഡിഫറെന്റ് എലമെന്റ്സുകളാണ് ഇതിനകത്ത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് പോൾ സ്പെക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു റിസർച്ചറാണ്. ഇതിന് 36 ഐറ്റംസ് ഉണ്ട്. 9 ഫാസിറ്റ് സ്കെയിലാണ് അത് നമ്മൾ മെഷർ ചെയ്യുന്നത്. 9 ഫാസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പേ, അതുപോലെ പ്രൊമോഷൻ, സൂപ്പർവിഷൻ, ബെനഫിറ്റ്സ്, കണ്ടിൻജന്റ് റിവാർഡ്സ്, ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, കോവർക്കേഴ്സ്, നേച്ചർ ഓഫ് വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ 9 ഡൊമൈൻസിലെയും കമ്പോണൻസുകൾ വിലയിരുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരാളൊരു ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഒരു മെത്തേഡാണ് സിംഗിൾ ഐറ്റം വേഴ്സസ് മൾട്ടി ഐറ്റം മെഷേഴ്സ്. ഇപ്പൊ സിംഗിൾ ഐറ്റം മെഷേഴ്സും ഉണ്ട്, മൾട്ടി ഐറ്റം മെഷേഴ്സും ഉണ്ട്. സിംഗിൾ ഐറ്റം മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിമ്പിൾ ആൻഡ് ടൈം എഫിഷ്യന്റ് മേക്കിംഗ് ദം യൂസ്ഫുൾ ഇൻ ലാർജ് സർവീസ്. അപ്പൊ ഏതെങ്കിലും ഒരു സിംഗിൾ ഐറ്റത്തെ ഫോക്കസ് ചെയ്ത് ഒരു ഡൊമൈനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മെഷറിംഗ് ആണ് സിംഗിൾ ഐറ്റം മെഷേഴ്സ് എന്ന് പറയുന്നത്. മൾട്ടി ഐറ്റം മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് ഗ്രേറ്റർ റിലയബിലിറ്റി ആൻഡ് ക്യാപ്ചർ ദ കോംപ്ലക്സിറ്റി ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ മോർ ആക്യുറേറ്റ്ലി. അതായത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഡിഫറെന്റ് ഡൊമൈൻസിനെ കമ്പൈൽ ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡാണ് മൾട്ടി ഐറ്റം മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തതാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടുതലായിട്ടും
എന്താ പറയുക, പേഴ്സണൽ ഇന്റർവ്യൂ പോലുള്ള മെത്തേഡുകൾ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. എന്താണ്, ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് എക്സ്പ്ലോറേഷൻ ആണ് എംപ്ലോയിയുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനായിട്ട്. എന്താ പറയാ, സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ്, എന്താ പറയാ, ക്വസ്റ്റ്യൻ വഴിയൊന്നും കിട്ടാത്ത ചില ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് ഈ പേഴ്സണൽ ഇന്റർവ്യൂസ് വഴിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഇൻഡെപ്ത് എക്സ്പ്ലോറേഷൻ ആണ്. അപ്പൊ കൂടുതലായിട്ട് ഏത് കാര്യമാണ് സാറ്റിസ്ഫൈഡ് അല്ലാത്തത്, നമ്മൾ മുമ്പേ പറഞ്ഞ സിംഗിൾ ഗ്ലോബ് റേറ്റിംഗ് മെത്തേഡിലൊക്കെ നമുക്ക് എന്ത് കാര്യമാണ് ഡിസാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവില്ല. അപ്പൊ ഈ പേഴ്സണൽ ഇന്റർവ്യൂ പോലുള്ള ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ നമുക്ക് കൂടുതൽ ഇൻഡെപ്ത് എക്സ്പ്ലോറേഷൻ ആയതുകൊണ്ട് തന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അവരെ കൂടുതലായിട്ട് ജോബ് സാറ്റിസ്ഫാക്ഷനിലോട്ട് ലീഡ് ചെയ്യുന്നതെന്നും ഏതൊക്കെ ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത് എന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെയാണ് അതുപോലെ ഒരു അനന്തര മെത്തേഡാണ് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് ടെക്നിക്ക്. ക്രിട്ടിക്കൽ ഇൻസിഡന്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എംപ്ലോയീസിനടുത്ത് ചില ക്രിട്ടിക്കൽ ഇൻസിഡൻസിനെ പറ്റിയാണ്. അതായത് ഏതൊക്കെ പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ഏതൊക്കെ പർട്ടിക്കുലർ സാഹചര്യങ്ങളാണ് വർക്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കാരണമാക്കിയത് എന്നാണ് അനലൈസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെന്റ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ജോബ് ഇൻവോൾവ്മെന്റ്. ജോബ് ഇൻവോൾവ്മെന്റ് എന്താണ് ജോബ് ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, job involvement refers to the degree to which an individual identifies with their job, actively participates in it, and considers their job performance as crucial to their self-worth. A job involvement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആള് ആ ജോലിയിൽ എത്രമാത്രം എന്താ പറയാ ആ ജോലിയുമായിട്ട് താതാത്മ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ആ ജോലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ എന്റെ പെർഫോമൻസ്, എന്റെ ജോലിയുടെ പെർഫോമൻസ് എനിക്ക് ക്രൂഷ്യൽ ആണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ട്. ഇതിനെയാണ് ജോബ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജോബ് ഇൻവോൾവ്മെന്റ് ഡിഫറെന്റ് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തെ അതിനൊരു കൊഗ്നേറ്റീവ് കമ്പോണന്റ് ഉണ്ട്, ഒരു ഇമോഷണൽ കമ്പോണന്റ് ഉണ്ട്, ദെൻ ബിഹേവിയറൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. കൊഗ്നേറ്റീവ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഗ്നേറ്റീവ് ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Cognitive involvement refers to how employees think about jobs and the extent to which they intellectually engage with their job. അപ്പൊ അവർക്ക് ആ ജോലിയെ പറ്റിയുള്ള അവരുടെ ചിന്താപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, അവർക്ക് അവരുടെ ടാസ്കുകൾ എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഗോളുകൾ എത്രമാത്രം കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതൊക്കെയാണ് കൊഗ്നിറ്റീവ് ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇമോഷണൽ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും ജോലിയുമായിട്ട്, അല്ലെ? അതിനാണ് ഇമോഷണൽ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. ബിഹേവിയറൽ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ജോബ് ഇൻവോൾവ്മെന്റ്. അപ്പൊ നമുക്ക് കൊഗ്നിറ്റീവ് ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഇമോഷണൽ ഇൻവോൾവ്മെന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മളത് പെരുമാറ്റത്തിൽ കാണിക്കണം, നമ്മുടെ പ്രവൃത്തിയിൽ അത് കൊണ്ടുവരണം. അതിനെയാണ് ബിഹേവിയറൽ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സ്ട്രാ എഫേർട്ട് ഇടുന്നു, കൂടുതൽ സമയം നമ്മുടെ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയാ കൂടുതൽ അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ ഏറ്റെടുക്കുന്നു. ഇതിനെയാണ് ബിഹേവിയർ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ജോബ് ഇൻവോൾവ്മെന്റ്. ജോബ് ഇൻവോൾവ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് ജോബ് റിലേറ്റഡ് ഫാക്ടേഴ്സും ഉണ്ട്, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സും ഉണ്ട്. ജോബ് റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിയുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആ ജോബിന്റെ നേച്ചർ എന്താണ്, എത്രമാത്രം ചലഞ്ചിങ് ആണ്, അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള അതിനകത്തൊരു ഓട്ടോണമിക് റോൾ ഉണ്ടോ, അല്ലെങ്കിൽ ആ ജോലി ഒരു മീനിങ് ആയിട്ടുള്ള ജോലിയാണോ, ഇതൊക്കെയാണ് ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓർഗനൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടാലിറ്റിയിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എന്താണ്, ആ വർക്ക് പ്ലേസിന്റെ കൾച്ചർ എന്താണ്, പൊതുവിൽ അവിടെ നിൽക്കുന്ന പോളിസി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്നത് വഴി കിട്ടുന്ന റെക്കഗ്നിഷൻ എന്തൊക്കെയാണ്, ഇതിനെയാണ് ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫേഴ്സ് ടു ദ സ്ട്രെങ്ത് ഓഫ് ആൻ എംപ്ലോയീസ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ദെയർ ഓർഗനൈസേഷൻ, ഇറ്റ്സ് ഗോൾ, വാല്യൂസ് ആൻഡ് മിഷൻ ആൻഡ് ദർ ഡിസൈർ ടു റിമെയിൻ എ മെമ്പർ ഓഫ് ഇറ്റ്. ഒരു കമ്മിറ്റ്മെന്റ്, നമ്മൾ മുമ്പ് ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞു, അതുകൂടാതെ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ഉണ്ട്. എത്രമാത്രം കമ്മിറ്റഡ് ആണ് ആ ഓർഗനൈസേഷന്റെ ഗോള്, ആ ഓർഗനൈസേഷന്റെ വാല്യൂസ്, ആ ഓർഗനൈസേഷന്റെ മിഷൻ, ഇതൊക്കെയായിട്ട് എത്രമാത്രം ഒരു ആൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നതിനെയാണ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. എംപ്ലോയീസ് ഹു പോസസ് സ്ട്രോങ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ഫീൽ ഇമോഷണലി അറ്റാച്ച്ഡ് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ബിലീവ് ഇൻ വാട്ട് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ. അപ്പോൾ കൂടുതൽ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാർ എന്താണ്? ഇമോഷണലി അറ്റാച്ച്മെന്റ് കൂടി ഉണ്ടായിരിക്കും ഓർഗനൈസേഷനകത്ത്, അല്ലെ?
കീ കമ്പോണൻസ് ഓഫ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് മുമ്പേ പറഞ്ഞ പോലെ ഒരു അഫക്റ്റീവ് കമ്പോണന്റ് ഉണ്ട്, കണ്ടിന്യൂസ് കമ്പോണന്റ് ഉണ്ട്, ഒരു നോർമേറ്റീവ് കമ്പോണന്റ് ഉണ്ട്. അഫക്റ്റീവ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് റെഫേഴ്സ് ടു ദി ഇമോഷൻ അറ്റാച്ച്മെന്റ് ആൻ എംപ്ലോയി ഹാസ് ടുവാർഡ് ദ ഓർഗനൈസേഷൻ. ഇമോഷൻ അറ്റാച്ച്മെന്റിനെയാണ് അഫക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ പെർസീവ്ഡ് കോസ് ഓഫ് ലീവിംഗ് ദ ഓർഗനൈസേഷൻ. കണ്ടിന്യൂസ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓർഗനൈസേഷൻ വിട്ടു പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ, അത് കാരണം ഒരു ഓർഗനൈസേഷൻ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അതിനെയാണ് കണ്ടിന്യൂസ് കമ്പോണന്റ് എന്ന് പറയുന്നത്. നോർമേറ്റീവ് കമ്പോണന്റ് റെഫേഴ്സ് ടു എ സെൻസ് ഓഫ് മോറൽ ഒബ്ലിഗേഷൻ ടു റിമെയിൻ വിത്ത് ഓർഗനൈസേഷൻ. നമുക്കൊരു മോറൽ ഒബ്ലിഗേഷൻ ഉണ്ട് ഓർഗനൈസേഷൻ, അതിപ്പോ എന്തെങ്കിലും പല പല കാരണങ്ങൾ കൊണ്ടാവാം, അതിനെയാണ് നോർമേറ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് പെർസീവ്ഡ് ഓർഗനൈസേഷണൽ സപ്പോർട്ട്. പെർസീവ്ഡ് എന്നുള്ള ഒരു വേർഡ് എക്സ്ട്രാ വന്നതാണ് പെർസീവ്ഡ് ഓർഗനൈസേഷൻ സപ്പോർട്ട്. അതിന് നമ്മൾ POS എന്നാണ് പറയുന്നത്. ഓക്കെ, പെർസീവ്ഡ് ഓർഗനൈസേഷൻ സപ്പോർട്ട് റെഫേഴ്സ് ടു എംപ്ലോയീസ് ജനറൽ ബിലീഫ് about the extent to which their organization values their contributions and genuinely cares about their well-being. പെർസീവ്ഡ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലെ, നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ആണ്. അപ്പൊ നമ്മുടെ ജോലി സ്ഥലം അല്ലെ നമ്മുടെ സ്ഥാപനം നമ്മുടെ കോൺട്രിബ്യൂഷന് എന്തുമാത്രം വില കൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വെൽബീയിങ്ങിന് എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്, ഇതിനെ പറ്റിയുള്ള നമ്മുടെ ഒരു മനസ്സിലാക്കലിനെയാണ്, പെർസെപ്ഷനെയാണ് പെർസീവ്ഡ് ഓർഗനൈസേഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ നമ്മളെ എത്രമാത്രം സപ്പോർട്ട് തരുന്നുണ്ട് എന്നുള്ള പെർസെപ്ഷൻ, അതിനെയാണ് പെർസീവ്ഡ് ഓർഗനൈസേഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ആ ഓർഗനൈസേഷൻ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്? റെക്കഗ്നീഷൻ, റിവാർഡ്, സപ്പോർട്ടീവ് ലീഡർഷിപ്പ്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത്, കൺസേൺ ഫോർ എംപ്ലോയി വെൽബീങ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു POS പെർസീവ്ഡ് ഓർഗനൈസേഷൻ സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്ന അടുത്ത ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്, അല്ലെ? ഇനി ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ഇമ്പാക്റ്റുകൾ എന്താണ്? ഒരാള് ജോബിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയായിരിക്കും? പ്രതിഫലനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, ആ ജോബ് നന്നായിട്ട് പെർഫോം ചെയ്യും, അല്ലെ? നന്നായിട്ട് അദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്യും. അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതുവഴി അദ്ദേഹത്തിന്റെ ജോലി ചെയ്താൽ തന്നെ കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷെ നേരെ മറിച്ച് ജോബിൽ ഡിസ്സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരിക്കും എന്നറിയാമോ? അതിനൊരു മോഡൽ തന്നെയുണ്ട്. ആൽബർട്ട് ഹിച്ച്മാൻ ഒരു മോഡൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എക്സിറ്റ്, വോയിസ്, ലോയൽറ്റി, നെഗ്ലക്ട്, EVLN. ഓരോ വേർഡും ഓരോ അക്ഷരങ്ങളും ഓരോ വേർഡിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. E for exit, V for voice, L for loyalty, N for neglect. ഈ 4 റെസ്പോൺസസ് എന്താണെന്ന് അറിയാമോ? E എന്ന് പറയുന്നത് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്, ഡിസ്ട്രക്റ്റീവ് എന്നുള്ളതാണ്. വേർ എംപ്ലോയീസ് ലീവ് ദ ഓർഗനൈസേഷൻ ഓർ കൺസിഡർ ഫിറ്റിംഗ്. അപ്പൊ ഡിസാറ്റിസ്ഫൈഡ് ആണ് ഒന്ന് എന്ത് ചെയ്യും? ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇടത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ, അവർ എക്സിറ്റ് ചെയ്യും. അതാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. 2, വോയിസ് എന്ത് ചെയ്യും? ഡിസാറ്റിസ്ഫൈഡ് ആണ്, അവരവരുടെ വോയിസ് ഉയർത്തും, അല്ലെ? ഞങ്ങൾ ഡിസാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യാൻ പോവോ, അല്ലെങ്കിൽ ആ ഒരു കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റിനെ അത് അറിയിക്കുകയോ ഒക്കെ ചെയ്യും. ദാറ്റ് ഈസ് V for voice. Then loyalty, where employees remain supportive and patiently wait for improvement. ചിലരുണ്ട് ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിലും നാളെ ഒരിക്കൽ ഇത് മാറി, സാഹചര്യം മാറി നന്നായേക്കാം എന്ന് പറഞ്ഞൊരു ലോയൽറ്റി ഉണ്ടാവും. ഒരു പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യും. അതിനെയാണ് ലോയൽറ്റി എന്ന് പറയുന്നത്. നെഗ്ലക്ട് എന്താണ്? വേറെ എംപ്ലോയീസ് റെഡ്യൂസ് എഫോർട്ട്, ഷോ ഡിക്രീസ്ഡ് പെർഫോമൻസ് ആൻഡ് ബിക്കം ഡിസ്എൻഗേജ്ഡ്. ഡിസാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ചിലരെന്താണ് ചെയ്യുന്നത്? നെഗ്ലക്ട് ചെയ്യും. ഞാൻ എഫേർട്ട് ഒന്നും എടുക്കുന്നില്ല, ഞാൻ എന്റെ വർക്കൊന്നും കാര്യമായിട്ട് ചെയ്യില്ല, അല്ലെ ഞാൻ കറക്റ്റ് സമയത്ത് ഒരു കാര്യവും ചെയ്യില്ല, ഒരു നെഗ്ലക്ട്. ഈ 4 ഇതൊരു മോഡലാണ് കേട്ടോ. ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയൊക്കെ പെരുമാറാം എന്നുള്ളതിനെ പറ്റി ഒരു മോഡലാണ്. ആൽബർട്ടോ ഹിച്ച്മാൻ പറഞ്ഞൊരു മോഡലാണ്. ഓക്കെ, അതുപോലൊരു എന്താ പറയാ, അനതൊരു ഡിസാറ്റിസ്ഫാക്ഷന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ആബ്സെന്റിസം. കൂടുതലായിട്ട് ആൾക്കാര് എന്ത് ചെയ്യും? ആൾക്കാര് ആബ്സെന്റ് ആവും, ജോലിക്ക് കറക്റ്റ് ആയിട്ട് വരാതിരിക്കുകയും ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. എംപ്ലോയി ടേൺ ഓവർ, ആൾക്കാർ കൂടുതലായിട്ട് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള സാഹചര്യമുണ്ട്. വർക്ക് പ്ലേസ് ഡീവിയൻസ്, അതായത് ഓർഗനൈസേഷന്റെ നിയമങ്ങളെയോ നോംസിനെയോ ഒക്കെ വയലേറ്റ് ചെയ്യുന്ന രീതിക്ക് അവർ പെരുമാറിക്കഴിയും. വർക്ക് പ്ലേസ് ഡീവിയൻസ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നത്? ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇങ്ങനത്തെ ഇമ്പാക്റ്റുകൾ ഉണ്ടാവാം. ഇമ്പാക്റ്റുകൾ ഉണ്ടായാൽ നമ്മുടെ ഓർഗനൈസേഷനെ അത് എന്ത് ചെയ്യാം? നെഗറ്റീവായിട്ട് ബാധിക്കാം. അപ്പൊ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്?
ഒന്ന് എന്ത് ചെയ്യുക, ഇൻസെന്റീവ് സിസ്റ്റംസ്, എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാംസ് കൊണ്ടുവരിക. ഇൻസെന്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അവര് ജോലി ചെയ്യുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള സാലറി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പെർക്സ് എന്ന് പറയും. പെർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന എന്താ പറയാ ബെനിഫിറ്റുകൾ, ഇൻസെന്റീവ്സ്, മോണിറ്ററി ഇൻസെന്റീവ്സ് ആവാം, അല്ലെങ്കിൽ അനദർ ബെനിഫിറ്റ്സ് ഒക്കെ ആവാം. അതുപോലെ എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാംസ്, ഒരു എംപ്ലോയി ഒരു കാര്യം നേടിയെടുത്താൽ അവരെ റെക്കഗ്നൈസ് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നന്നായിട്ട് ടാസ്കുകൾ ടാർഗറ്റുകൾ മീറ്റ് ചെയ്യുന്ന എംപ്ലോയീസിനെ ആദരിക്കുക, അവർക്ക് അവാർഡ് കൊടുക്കുക, എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരിക. അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ജോബ് സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ താങ്ക് യു. ഇത്രയാണ് നമുക്ക് ബ്ലോക്ക് 2 ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്.